ശ്രീ വിഷ്ണു എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മയുണ്ടാകട്ടെ. എല്ലാ ആശംസകളും. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മാലിപ്പുറം ജനകീയാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നായരമ്പലത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പള്ളിപ്പുറത്തെ BFHSCയുടെയും പുതുവൈപ്പിലെ FHSCയുടെയും ഉദ്ഘാടനം ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് 1.71 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സക്കീന, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രസികല പ്രിയരാജ്, മിനി രാജു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LC ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG ഡോണോ മാസ്റ്റർ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KH നൌഷാദ്, KM സിനോജ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെറിയാൻ J വിജയത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഏവർക്കും വൈപ്പിൻകരയുടെ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല ഹൃദയം നിറഞ്ഞ ഒരു കയ്യടിയോടുകൂടി നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KN ഉണ്ണികൃഷ്ണൻ MLA അവർകൾ, കൂടാതെ തന്നെ ഇന്നിവിടെ മുഖ്യാതിഥിയായി അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. പ്രിയപ്പെട്ട ശ്രീ ഹൈബി ഈഡൻ അവർകൾ, അതേപോലെ തന്നെ നമുക്കേവർക്കും പ്രിയപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന K അവർകൾ, അതേപോലെ തന്നെ പദ്ധതി വിശകലനം ചെയ്യുന്ന ഡോക്ടർ ശിവപ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ NHM എറണാകുളം, ഏറ്റവും ബഹുമാനിയായ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രസികല പ്രിയരാജ്, എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് LC ജോർജ് അവർകൾ, ബഹുമാന്യനായ ശ്രീ KJ ഡോണോ മാസ്റ്റർ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയനായ KH നൌഷാദ് അവർകൾ വൈസ് പ്രസിഡന്റ്, അതേപോലെ തന്നെ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സിനോജ് കുമാർ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷെൽമ ഹൈസൻഡ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീമതി തെരേസ വോൾഗെ, ശ്രീമതി ശ്യാമള ഷിബു, അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ്, ശ്രീമതി ട്രീസ മാനുവൽ, ശ്രീ ജോസഫ് VA, ശ്രീമതി ക്ലാര സൈമൺ, ശ്രീമതി റസിയ ജമാൽ, അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യർ, ശ്രീ VK സമ്പത്ത് കുമാർ, ബഹുമാന്യനായ കോൺഗ്രസ് ഐയുടെ നേതാവ് ശ്രീ AP ആൻ്റണി അവർകൾ, അതേപോലെ CPIയുടെ ശ്രീ AP പ്രിനിൽ, KL ദിലീപ് കുമാർ, ആൻ്റണി സജി, MH റഷീദ്, വില്യംസ്, ഡോക്ടർ ചെറിയാൻ J വിധേയത്തിൽ പ്രിയപ്പെട്ടവരെ, മാലിപ്പുറം ഇടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ ആരോഗ്യ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ നിർവഹിക്കുന്നത്. ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നും മാതൃകയായി നിന്നിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ശക്തമായ കാൽവെപ്പുകൾ, ശാസ്ത്രീയമായ ഇടപെടലുകൾ, വിപുലമായ പൊതുജന പങ്കാളിത്തം തുടങ്ങി വിവിധ ഘടകങ്ങൾ ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. HNM, MLSP, ആശാ പ്രവർത്തകർ എന്നിവയുടെ സേവനങ്ങളാണ് ഈ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നത്. ഡോക്ടറുടെ സേവനം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഉപഭോക്താക്കളുടെ അന്തസ്സും അഭിമാനവും മാനിച്ചുകൊണ്ട് ആവശ്യത്തിന് സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സേവനങ്ങളായിരിക്കും ഈ സ്ഥാപനത്തിലൂടെ ലഭിക്കുക. തികച്ചും സൗജന്യമായിട്ടായിരിക്കും സേവനങ്ങൾ. ഇടപ്പള്ളി ബ്ലോക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ രേണുക, ഡോക്ടർ ടെൻസി, ഡോക്ടർ സജി, ഡോക്ടർ ചെറിയാൻ ഇവരുടെയൊക്കെ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതേപോലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈ മാലിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ JHI, JPHNമാർ, ആശാപ്രവർത്തകർ, HS
അതേപോലെ PROമാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരും ഈ ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതിയുടെയും ഒക്കെ വിലപ്പെട്ട നിസ്വാർത്ഥമായ ഇവിടുത്തെ ഏറ്റവും ബഹുമാന്യരായ ഈ ജനപങ്കാളിത്തവും ഒക്കെ കൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ വിലയേറിയ വളരെ സുതാര്യവും വളരെ വിപുലവുമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഉള്ള ഈ സ്ഥാപനത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും ഞങ്ങളുടെയൊക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടുവരുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഈ അവസരത്തിൽ നമ്മുടെ ഈ ആശുപത്രിയിൽ ഇത്രയും സൗകര്യങ്ങളുണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ ഒരു കിടത്തി ചികിത്സയും കൂടി ലഭ്യമാക്കി തരണമെന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും നമ്മുടെ വൈപ്പിൻകരയുടെ അഭിമാനമായിട്ടുള്ള MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവറുകളെ ഈ യോഗത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ വികസന രംഗത്ത് ഇന്നിപ്പോൾ നമ്മുടെ ജില്ല വൈപ്പിൻ മണ്ഡലം ഉൾപ്പെടെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, പറവൂർ, ആലുവ, പെരുമ്പാവൂർ, കുന്നത്തുനാട്, പിറവം തുടങ്ങിയ മേഖലകളിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലായി 9,18,00,000 രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് നമ്മുടെ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി നമ്മുടെ പദ്ധതികളെക്കുറിച്ചെല്ലാം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആവർത്തനം ഒഴിവാക്കുകയാണ്. മാലിപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാന്യയായ മന്ത്രി ഇന്നിവിടെ ഈ വേദിയിൽ നിർവഹിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ മുനമ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുകയും അതുപോലെ നായരമ്പലം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രളയത്തിന് ശേഷമുള്ള പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങും പുതുവൈപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്ന ചടങ്ങുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ഇവിടെ ഫിസിക്കലായിട്ടുള്ള ഉദ്ഘാടനവും മറ്റ് 3 സ്ഥലങ്ങളിൽ ഇതേ സമയം തന്നെ ഓൺലൈനാണ് മന്ത്രി ഇത് നിർവഹിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ ലോകപ്രശസ്തമായ ഒന്നാണ്. ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഏറ്റവും മാനവരാശി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെതായ പ്രശ്നങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ രോഗങ്ങൾ, വൈറസുകൾ എല്ലാം നമ്മുടെ മനുഷ്യനെ കീഴടക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ മറ്റെല്ലാ വകുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി കോടിക്കണക്കിന് രൂപയാണ് നാം ഈ കേരളത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് ഒരു സാന്ത്വനമായി, സ്നേഹസ്പർശമായി, വളരെ ദീർഘവീക്ഷണത്തോടെ, ഭാവനാസമ്പന്നതയോടെ ആരോഗ്യരംഗത്ത് പുതിയ പദ്ധതികളും വികസന പ്രശ്നങ്ങളുമെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീമതി വീണ ജോർജിനെ ഈ സന്ദർഭത്തിൽ വൈപ്പിൻ ജനതയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയും ഉദ്ഘാടന ചടങ്ങിന് ശേഷം അവിടെ നാടമുറിച്ച് കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം യോഗം തുടരുന്നതാണ്. യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാൻ പാടുള്ളൂ. അങ്ങനെ മറ്റ് വിശിഷ്ട വ്യക്തികളുടെ സംഭാഷണങ്ങൾക്ക് ഞാൻ അവരുടെ സമയം അപഹരിക്കാതെ വിനയപൂർവ്വം വഴിമാറിക്കൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അങ്ങേയറ്റം ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. MLA നിരന്തരമായി നിയോജക മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ശ്രീ KN ഉണ്ണികൃഷ്ണൻ, ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഇവിടെ സ്വാഗതം ആശംസിച്ച ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നവർ, എല്ലാ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ, അതോടൊപ്പം ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡോക്ടർ റീന അടക്കം DMOയും DPMും ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട
സഹപ്രവർത്തകരെ, നമ്മുടെ ആശുമാരൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ സഹപ്രവർത്തകരും, നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ വേദിയിലും സദസ്സിലുമുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ആദരണീയരായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഇന്ന് എറണാകുളം ജില്ലയിൽ ബഹുമാന്യനായിട്ടുള്ള MLA സൂചിപ്പിച്ചതുപോലെ 9,18,00,000 രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. 6 നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് വിവിധങ്ങളായിട്ടുള്ള ഉദ്ഘാടനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഉദ്ഘാടനം ഇന്ന് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ 4 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതിനുശേഷം പോകുന്നത് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലേക്കാണ്. അവിടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. അതിനുശേഷം ആലുവ, അതുപോലെ പെരുമ്പാവൂർ, കുന്നത്തുനാട്, പിറവം, അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 6:30 വരെ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം സുസ്ഥിര വികസന സൂചികയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്ന ഒന്നാണ്. അതിൽ നവജാത ശിശു മരണ നിരക്കാകട്ടെ, മാതൃമരണ നിരക്കാകട്ടെ രാജ്യത്തെ ഏറ്റവും കുറവാണ്. രാജ്യത്തെ ഏറ്റവും കുറവാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാതെ വരും. വികസിത രാജ്യങ്ങൾ, അമേരിക്കൻ ഐക്യനാടുകളും അതോടൊപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെയും ഒക്കെ ആരോഗ്യ സൂചകങ്ങൾക്ക് തുല്യമാണ് നമ്മുടേത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐക്യരാഷ്ട്രസഭ പറഞ്ഞു 2030 ആകുമ്പോൾ ഇന്ത്യയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ രാജ്യത്തിൻ്റെ ആവറേജ് 27-ന് മുകളിലാണ്. അത് ട്രൈബൽ മേഖലയിൽ 60-നടുത്താണ്. നമ്മൾ ആ 6 എന്നുള്ളത് 2021 തന്നെ അച്ചീവ് ചെയ്തു, അത് സാക്ഷാത്കരിച്ചു. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 1000 എന്നുള്ളത് 1000-ൽ 6 എന്നുള്ളത് ഇന്നത് 1000-ൽ 4 കേരളത്തിൽ. തീർച്ചയായിട്ടും ഇത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. നമ്മളുടെ പരിപാടികൾ, കർമ്മ പദ്ധതികൾ ഫീൽഡ് തലത്തിൽ വളരെ കൃത്യമായി ഏകോപനത്തോടെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് സാധ്യമായത്. ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അസാധാരണമായ നിലയിലാണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു പ്രതിബദ്ധതയുടെയോ സമർപ്പണത്തിൻ്റെയോ ഒരു കഴിവിൻ്റെയോ ഒക്കെ ഒരു എടുത്തു പറയുന്ന ഒരു ഉദാഹരണം ആണത്. അതായത് 24 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയാണ്. ആ ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നു, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, നാട്ടിൽ വന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പനി വന്നു. സ്വാഭാവികമായിട്ട് അടുത്തുള്ള ക്ലിനിക്കിൽ പോയി. ആ ക്ലിനിക്കിൽ നിന്ന് പിറ്റേ ദിവസം വീണ്ടും വോമിറ്റിംഗ് ഉണ്ടായി. അപ്പോൾ തൊട്ടടുത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി. എന്നിട്ടും കുറവില്ല. വീണ്ടും ഒരു ഓൾട്ടേർഡ് സെൻസോറിയം പോലെ വന്നു. അപ്പോൾ IP ഉള്ള മറ്റൊരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഗുരുതരമായി വേറൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ വെച്ചാണ് മരണപ്പെട്ടത്. ഇപ്പോൾ 2 രോഗങ്ങൾ, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് A, മഞ്ഞപ്പിത്തം നേരത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചില സൂചകങ്ങൾ പരിശോധനയിലൊക്കെ കണ്ടു. 2 ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെങ്കിയാണ് എന്നുള്ളതിൻ്റെയും, അപ്പോൾ 2 രോഗങ്ങൾ സംശയിക്കപ്പെടാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഇത് ഈ രീതിയിൽ മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പൊതുജനാരോ ആ പ്രദേശത്തെ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തു. ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഒരാൾ പനി മൂലം മരിച്ചാൽ, അല്ലെ ഏത് മരണം മൂലം ആണെങ്കിലും അത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ കൂടി ഉണ്ടാകും. അങ്ങനെ ഒരു ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ ആ മെഡിക്കൽ ഓഫീസർ നടത്തിയപ്പോൾ 8-9 ദിവസം, 9-ാം തീയതിയാണ് മരിക്കുന്നത്. ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ നിപ്പ സംശയിക്കേണ്ടതാണ് എന്ന്, മരണത്തിന് ശേഷമാണ്, കാരണം ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം. അങ്ങനെ സാമ്പിൾ ആ ആശുപത്രിയിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു. DSO വഴി അതിന് ആവശ്യപ്പെട്ടു. DMOയും
സാമ്പിൾ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചപ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നീതി ആയോഗിൻ്റെ CEO ഡോക്ടർ VK പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടു. അതിന് നീതി ആയോഗുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലോകത്ത് മറ്റൊരിടത്തും ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ല, അല്ലാതെ മറ്റ് രോഗലക്ഷണങ്ങളും അതുപോലെയുള്ള ടെസ്റ്റ് റിസൾട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിൽക്കാതെ ഒരു പടി കൂടി കടന്നുകൊണ്ട് എന്താണ് ഇതെന്നുള്ളത് ഉള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ പേഷ്യൻറ്റുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും രോഗമുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിനും രോഗമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ആരോഗ്യ പ്രവർത്തകരാണ് എൻ്റെ ചുറ്റിലും എൻ്റെ മുന്നിലും ഇരിക്കുന്ന കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ കരുത്ത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കുള്ളതാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. സമർപ്പണത്തോടെയുള്ള ആ പ്രവർത്തനം, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കേസ് പോലും വേണമെങ്കിൽ അത് അങ്ങ് ആ രീതിയിൽ അത് ഒഴിവാക്കാമെന്ന് വെച്ചാൽ ശരി, അതായിക്കോട്ടെ. പക്ഷെ അതിൽ അന്വേഷിച്ച് എന്താണ് എന്നുള്ളത് കണ്ടെത്തി ഒരു പൊതുജനാരോഗ്യ ഒരു പ്രാധാന്യം അത് നൽകിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെട്രോ നഗരം ആണ് കൊച്ചി, എറണാകുളം. അപ്പോൾ അതിനനുസരിച്ച് ഒട്ടേറെ വെല്ലുവിളികൾ നമുക്കുണ്ട്. ആ വെല്ലുവിളികൾ ഒരു പക്ഷേ മറ്റ് ജില്ലകളുമായിട്ട് ചിലപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരവും ഒക്കെ സമാനമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയിൽ അത് കൂടുതലുമാണ്. അങ്ങനെയുള്ള വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ്. പകർച്ചവ്യാധികളൊക്കെ വന്നാൽ പെട്ടെന്ന് വ്യാപനത്തിനുള്ള സാധ്യതകളുള്ള ജില്ലയാണ്. അപ്പോൾ ഈ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ, ആശുപത്രി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആശുപത്രിയിൽ, ഒരു ജില്ലാതല ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഒരു വർഷമായില്ല, ഏതാനും മാസങ്ങളായി അവിടെ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വളരെ വിജയകരമായിട്ട് നടത്താനായിട്ട് സാധിച്ചു. ഇന്ത്യയിൽ ആദ്യമായി 2 വർഷങ്ങൾക്ക് മുൻപ് ഹൃദയ ശസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് സർജറി ഒരു ജില്ലാ ആശുപത്രിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. അത് തുടരുന്നുണ്ട്. നമ്മൾ ഇനി ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്തുന്നത്. അതോടൊപ്പം ഒട്ടനേകം ആശുപത്രികൾ, ഇപ്പോൾ കോതമംഗലം മുതൽ ഇങ്ങോട്ട്, കോതമംഗലത്ത് കിഫ്ബിയുടെ 11.25 കോടി രൂപയുടെ പ്രവർത്തനമുണ്ട്. കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ഇപ്പോൾ രാജ്യത്തിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ 2 ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ഒന്ന് RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം, 2 മലബാർ ക്യാൻസർ സെൻറ്റർ. ആ തലത്തിലേക്ക് കൊച്ചിയിൽ കൂടി ആ നിലയിൽ ഒരു ക്യാൻസർ സെൻറ്റർ സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നു. പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ, പക്ഷേ അതിൻ്റെ ഒരു വളരെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമായിരുന്നു. ഈ വർഷം അത് കിഫ്ബിയിലൂടെ 384 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഏറ്റവും ആധുനികമായിട്ടുള്ള മെഷീൻസ് ഉൾപ്പെടെ അവിടെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മെഷീൻസൂടെ ഇപ്പോൾ കെട്ടിട ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് ഉദ്ഘാടനം ചെയ്താൽ പ്രവർത്തിച്ചു തുടങ്ങണം, ആ നിലയിലാകണം. അപ്പോൾ അതുകൊണ്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. 384 കോടി രൂപയുടെ CCRC കൊച്ചിൻ ക്യാൻസർ സെൻറ്ററും പ്രവർത്തന സജ്ജമാവുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സജ്ജമാകും. അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കൊച്ചിക്കുള്ള, എറണാകുളം ജില്ലയ്ക്കുള്ള ആരോഗ്യ വകുപ്പിൻ്റെ സമ്മാനമായിരിക്കും അത് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അത് വളരെ അഭിമാനമുള്ള ഒരു പ്രോജക്റ്റാണ്. അതുപോലെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ 76 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, താലൂക്ക് ആശുപത്രി കരുവേലിപ്പടിയിലും 29 കോടി രൂപയുടെ, കളമശ്ശേരിയിൽ 368 കോടി രൂപയുടെ. പിന്നെ നമ്മൾ പലപ്പോഴും കണ്ടു, ഇപ്പോൾ കളമശ്ശേരിയിൽ സ്ഫോടനമുണ്ടായപ്പോൾ നമ്മുടെ കൊച്ചിയിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്രിട്ടിക്കൽ കെയറിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നമുക്കുണ്ടാകണം. കാരണം മെട്രോ നഗരമാണ്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്
ഏത് തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥലം നമുക്ക് വേണമെന്നുള്ളത് കണ്ടുകൊണ്ട് കളമശ്ശേരിയിൽ ക്രിട്ടിക്കൽ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പണം അനുവദിച്ച് അത് പ്രത്യേകമായി അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ തൃപ്പൂണിത്തുറയും അങ്കമാലിയിലും ഒക്കെ തന്നെ ഒട്ടനേകം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഇന്ന് ബഹുമാന്യനായ MLA ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മാലിപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രം, ഞാൻ പറഞ്ഞു 3 തലങ്ങളെക്കുറിച്ച് പറഞ്ഞു. 4മതൊരു തലം ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അതുകൂടി നല്ല നിലയിൽ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. അത് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ്. എന്തിനാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം? ജനകീയ ആരോഗ്യ കേന്ദ്രം, ഞാൻ ക്യാൻസർ സെൻ്ററിനെ കുറിച്ച് പറഞ്ഞു. ക്യാൻസർ സെൻ്ററിന് വേണ്ടിയിട്ടും ക്യാൻസർ ചികിത്സയ്ക്കും വേണ്ടിയിട്ടും ക്യാൻസറിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി, യന്ത്രമനുഷ്യരെ ഉപയോഗിച്ച് സർജറി ചെയ്യുന്നത് സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ RCCയിലും MCCയിലും ആരംഭിച്ചു. MCCയിൽ മലബാർ ക്യാൻസർ സെൻ്ററിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 250ലധികം ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്തി. കണ്ണിന് ക്യാൻസർ വന്നാൽ കണ്ണ് എടുത്തു കളഞ്ഞ് കാഴ്ച പോവും. പിന്നെ അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പൊതുവിൽ തുടർന്ന് വരുന്ന രീതി. രാജ്യത്ത് 4 ആശുപത്രികളിൽ മാത്രമേ കണ്ണ് എടുത്തു കളയാതെ നമ്മുടെ ആ പ്യൂപ്പിൾ അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ ചികിത്സ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആ 4മത്തെ ആശുപത്രി മലബാർ ക്യാൻസർ സെൻ്ററാണ്. റെറ്റിനോബ്ലാസ്റ്റോമ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എവിടെയാണോ ആ ക്യാൻസർ ഉള്ളത് ആ ഭാഗം മാത്രം എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ റേഡിയേഷന് ആവശ്യമെങ്കിൽ ആ റേഡിയേഷൻ നൽകി കണ്ണിൻ്റെ മറ്റു ഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാഴ്ച നഷ്ടപ്പെടാതെ ഇരിക്കുന്ന രീതിയിലുള്ള ചികിത്സാ സംവിധാനം വികസിപ്പിച്ചിട്ടുള്ള ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെൻ്റർ. ഞാൻ പറഞ്ഞത് ക്യാൻസറിന് അത്യാധുനികമായ ചികിത്സാ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു. പക്ഷെ ചിന്തിക്കുക, ആ ചികിത്സാ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുങ്ങണം. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് ക്യാൻസർ വരാതെ ഇരിക്കുക എന്നുള്ളത്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ ആദ്യഘട്ടം നമ്മൾ ചെയ്യേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് നൽകുന്ന പറയുന്ന മരുന്നൊക്കെ കഴിച്ച് അത് നിയന്ത്രണ വിധേയമായി നിർത്തുക. ഇനി ഇല്ലെങ്കിലോ ജീവിതശൈലി രോഗങ്ങൾ വരാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നവജാത ശിശു മരണനിരക്കും മാതൃമരണ നിരക്കും ഏറ്റവും കുറവ് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം രാജ്യത്തുള്ളത് കേരളത്തിലാണ്, 76 വയസ്സിന് മുകളിലാണ്. പക്ഷേ ആ 76 വയസ്സോ 75 വയസ്സോ 70 വയസ്സോ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അസുഖമില്ലാതെ ഗുണനിലവാരമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ഇത്രയും പേര് നമ്മളിവിടെ എടുത്ത് പരിശോധിച്ചാൽ നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് പ്രമേഹമുണ്ട്, നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് രക്തസമ്മർദ്ദമുണ്ട്. എല്ലാം അതാത് ഇടങ്ങളിൽ നമ്മുടെ ഈ പരിപാടി ഓൺലൈനായിട്ട് കാണുന്നുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനുള്ള നടപടികൾ പൂർത്തിയായിട്ടുള്ളത്. ആർദ്രം ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, മിഷൻ്റെ ഭാഗമായിട്ടാണ് മെച്ചപ്പെട്ട ആരോഗ്യ സേവന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൂടാതെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ പ്രളയ പുനർനിർമ്മാണ പ്രവൃത്തികളിലൂടെ നവീകരിച്ച നായരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ്. 53,60,000 രൂപ ഉപയോഗിച്ചാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം പുതുവൈപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ 15.5 ലക്ഷം രൂപ ഉപയോഗിച്ച് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുകയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. നമ്മളൊരു പുതിയ ദൗത്യമാണ് വാസ്തവത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യം രോഗമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ നേരിടുന്ന ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മൾ പല പുതിയ കാര്യങ്ങൾ ചലഞ്ചസ് നേരിടുന്നുണ്ട്. നമ്മൾ ഒഴിവാക്കി വിട്ട പല രോഗങ്ങളും നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ സംസ്ഥാനത്തേക്ക്, ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ തൊഴിൽ തേടി പോയിരുന്ന ഒരു സാഹചര്യം പോലെ കേരളത്തിലേക്ക് തൊഴിൽ തേടി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ഒരു പോപ്പുലേഷൻ എപ്പോഴും ആളുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഉദാഹരണമാണ് മലമ്പനി. നമ്മളിപ്പോൾ സംസ്ഥാനത്ത് ഏതാണ്ട് 500 മലമ്പനി കേസുകൾ, 500-ലധികം മലമ്പനി കേസുകൾ ഉള്ളതിൽ 10 കേസ് മാത്രമാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബാക്കിയെല്ലാം പുറത്ത് നിന്ന്, അതായത് ഇവിടേക്ക് ജോലി അന്വേഷിച്ച് വന്നവരിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൊതുക് വഴിയാണ് പകരുന്നത്. അപ്പോൾ രോഗമുള്ളവരെ കടിച്ചാൽ പിന്നെ നമ്മളിലെ ആ കൊതുക് കടിക്കുമ്പോൾ മറ്റുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ ഈ വെല്ലുവിളി കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ
തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് അത് ആലോചിച്ച് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. മാലിപ്പുറം ജനകീയാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, മുനമ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നതിൻ്റെ ഉദ്ഘാടനം, നായരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രം പ്രളയ പുനർനിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം, പുതുവൈപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നതിൻ്റെ ഉദ്ഘാടനം എന്നീ പ്രവൃത്തികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്കൂളിലെ നിലയിലും ഒരുക്കിയിട്ടുണ്ട്. 30/6/2024 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. മുനമ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നതിൻ്റെ ഉദ്ഘാടനം, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുനമ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടായ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ആർദ്രം ദൗത്യത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട ആരോഗ്യ സേവന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് വികസന പ്രവൃത്തികൾ നടപ്പിലാക്കിയത്. ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ, എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സനൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ഷിബു, ആരോഗ്യ ചെയർമാൻ ഷെൽമ ഹൈസൻ, ജെസി വാര്യത്ത്, ക്ലാര സൈമൺ, ജോസി വൈപ്പിൻ, ആന്റണി സജി, ട്രീസ മുൻ പ്രസിഡന്റ് ട്രീസ മാനുവൽ, പ്രിയമുള്ളവരെ, നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമെങ്കിലും 1-2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നമുക്ക് ഈ പരിപാടി ഇവിടെ വളരെയധികം ഭംഗിയാക്കാൻ സാധിച്ചത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അതിന് പരിശ്രമിച്ച HMC മെമ്പർമാർ, ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫുകൾ, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമഫലം കൊണ്ടാണ് ഇത്ര പരിപാടി സംഘടിപ്പിച്ച് വിജയം എത്തിക്കുവാൻ സാധിച്ചത്. അതിന് പ്രത്യേകമായി HMC മെമ്പറും കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന നേതാവുമായ ശ്രീ ആന്റണി സജി നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപാദിച്ചു. ഇനി MLA-യുടെയും മന്ത്രിയുടെയും അനുകൂലമായ സമീപനം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കിടത്തി ചികിത്സ സാധ്യമാകുന്ന കാര്യം യാതൊരു സംശയമില്ല. അതിനുകൊണ്ടുള്ള പരിശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത പ്രസീഡിയം അലങ്കരിച്ച എല്ലാ ആളുകൾക്കും, സദസ്സിൽ വന്ന് സഹകരിച്ച സകലമാന ആളുകൾക്കും, ആശാപ്രവർത്തകർക്കും, കുടുംബശ്രീ പ്രവർത്തകർക്കും, സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.